നമസ്കാരം, ഹെൽത്ത് ഈസ് വെൽത്തിലേക്ക് സ്വാഗതം. ബ്രാഡികാർഡിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നു കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റും ഇലക്ട്രോഫിസിയോളജിസ്റ്റുമായ ഡോക്ടർ അരുൺ ഗോപി. നമസ്കാരം ഡോക്ടർ. എന്താണ് ബ്രാഡികാർഡിയ? ശരാശരി ഒരു മിനിറ്റില് മനുഷ്യന്റെ ഹൃദയമിടിപ്പ് 60-100 ഇടയ്ക്കാണ് നിൽക്കാറ്. അത് ചെറിയ വേരിയേഷൻസ് നോർമൽ ആൾക്കാരിലും ഉണ്ടാവും, ഒരു 50 മുതൽ 120 വരെ ഉണ്ടാവും. പക്ഷെ എപ്പോഴാണോ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് കൺസിസ്റ്റന്റ്ലി എപ്പോഴും 60 താഴെ തന്നെ നിൽക്കുന്നത്, ആ ഒരു അവസ്ഥയാണ് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഹൃദയത്തിനകത്ത് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്. ഈ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് ഹാർട്ട് ബീറ്റിനെ ഈ 60-100 ഇടയ്ക്ക് നിർത്തുന്നത്. അപ്പൊ അതിന് പ്രധാനമായിട്ടുള്ള ഹാർട്ടിന്റെ പേസ് മേക്കറായ സൈനസ് നോഡ്, ഹാർട്ടിനകത്തുള്ള ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഹാർട്ടിന്റെ പേസ് മേക്കറായ സൈനസ് നോഡിലോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റത്തിലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഹൃദയമിടിപ്പ് 60 താഴെ പോകുന്നത്. ആ ഒരു സിറ്റുവേഷനെയാണ് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. സർ, ബ്രാഡികാർഡിയ എങ്ങനെ കണ്ടെത്താൻ കഴിയും, അഥവാ നമുക്ക് എങ്ങനെ അത് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും? പൾസ് കുറവുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നത് ആൾക്കാർ ഇപ്പൊ പൾസ് ഓക്സിമീറ്ററോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഹാർട്ട് റേറ്റ് നോക്കുന്നതായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് കയ്യിൽ പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ പൾസ് 60 താഴെയായിട്ട് ചിലപ്പോൾ കണ്ടെത്താം. മിക്കവർക്കും ലക്ഷണങ്ങൾ ഇല്ലാത്തപ്പം പലപ്പോഴും ഇങ്ങനെ ആൾക്കാർ സെൽഫ് ടെസ്റ്റിംഗിൽ കണ്ടെത്തുക ചെയ്യാറുള്ളൂ. ചിലവർ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായി ECG എടുക്കുമ്പോൾ, ECG ആണ് നമ്മുടെ ഹാർട്ട് റേറ്റ് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത്, ECG എടുക്കുമ്പോൾ അറിയാം. പലർക്കും ലക്ഷണങ്ങളായിട്ട് വരുമ്പം, അമിതമായിട്ട് ക്ഷീണം, തലകറക്കം ഉണ്ടായി വരുമ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ECG മോണിറ്ററിംഗിന്റെ സംവിധാനങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഹോൾട്ടർ എന്ന് പറയുന്ന ടെസ്റ്റ്. അതിനകത്ത് 24 hours-ഓ 48 hours-ഓ 72 hours-ഓ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളുടെ ECG മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിൽ തൊലിപ്പുറത്ത് ഒരു സ്റ്റിക്കർ കണക്ട് ചെയ്തിട്ട് ഒരു 3 ദിവസമോ 7 ദിവസം വരെ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ECG-യിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് പൾസ് റേറ്റിന്റെ വേരിയേഷൻ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എത്ര വരെ കൂടുന്നു, എത്ര വരെ കുറയുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരാളുടെ 24 hours ആവറേജ് ഹാർട്ട് റേറ്റ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എത്ര ലോ വരെ പോകുന്നു എന്നുള്ളതും അറിയാം. അതാണ് സാധാരണ ബ്രാഡികാർഡിയ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഇംപ്ലാന്റബിൾ ലൂപ്പ് റെക്കോർഡർ പോലത്തെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് കീഹോൾ ശസ്ത്രക്രിയ വഴി ശരീരത്തിനുള്ളിൽ ഘടിപ്പിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. അത് വളരെ അപൂർവമേ ആയിട്ട് ആവശ്യം വരാറ്. സർ, ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ബ്രാഡികാർഡിയ എന്നുള്ള അസുഖത്തിന്റെ ചികിത്സ പൂർണ്ണമായിട്ട് അതിന്റെ രോഗലക്ഷണം അനുസരിച്ചാണ്. ഇപ്പം ചിലവർക്ക് പൾസ് 50-40 കാണുള്ളൂ, പക്ഷെ അതിനെ സംബന്ധിച്ച് രോഗിക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യവും ഇല്ല. പലപ്പോഴും പൾസ് കുറവുള്ളതിന്റെ കൂടെ രോഗിക്ക് അതിനെ സംബന്ധിച്ചായിട്ട് പൾസ് കുറവിന്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പൊ ലക്ഷണങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കുമ്പം അമിതമായിട്ട് ക്ഷീണിക്കുക, ദേഹം അനങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കുക, നടക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, അതൊക്കെ ഇനീഷ്യൽ ലക്ഷണങ്ങളാണ്. കുറച്ചുകൂടെ പൾസ് കുറയുമ്പോൾ ആൾക്കുണ്ടാവുന്ന ലക്ഷണം പെട്ടെന്ന് കണ്ണിൽ ഇരുട്ടടയ്ക്കുന്ന പോലെ വരും, തലകറക്കം വരും, തലച്ചുറ്റ് വരും. വളരെയധികം പൾസ് കുറയുമ്പോൾ തലച്ചോറിലേക്ക് സർക്കുലേഷൻ കുറയുന്ന കാരണം ബോധം കെട്ട് വീഴും. അപ്പം ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ ഇരുട്ടടയ്ക്കുന്ന പോലെ വരുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥയോ വരുമ്പോൾ അത് ഒരു അഡ്വാൻസ് സ്റ്റേജിലോട്ടായി. ആ ഒരു സ്റ്റേജ് വരുമ്പോൾ ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. ഇതിന്റെ ചികിത്സ മരുന്നുകളായിട്ട് കുറച്ച് ചികിത്സകളുണ്ട്, പക്ഷെ മരുന്നുകൾ നമുക്ക് ലോങ് ടേം കഴിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചു കാലത്തേക്ക് ഇപ്പം അതിന്റെ പെർമനന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന്റെ ഒരു ടെമ്പററി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് നോക്കാൻ പറ്റും. പക്ഷെ മരുന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം അല്ല. ചില കാരണങ്ങൾ കൊണ്ട് പൾസ് കുറയാം. അതായത് ബോഡിയിൽ ഇപ്പം തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിലോ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലുണ്ടെങ്കിലോ ചില മരുന്നുകൾ പൾസ് കുറയ്ക്കാം. അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം പൾസ് കുറയ്ക്കുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് നിർത്തുക, തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക, പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ അത് കറക്റ്റ്. അങ്ങനെ റിവേഴ്സിബിൾ ഫാക്ടേഴ്സ് എല്ലാം റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും പൾസ് കുറവ് നിൽക്കുകയാണ്, അതുമൂലമായിട്ട് ആൾക്ക് തലകറക്കോ തലചുറ്റലോ ബോധങ്ങളിലോ ഉണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ പെർമനന്റ് സൊല്യൂഷൻ ഒരു പേസ് മേക്കർ എന്നുള്ള യന്ത്രം ഫിക്സ് ചെയ്യാനുണ്ട്. പേസ് മേക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പേസ് മേക്കർ നമ്മുടെ ഹൃദയത്തിന്റെ വെടുപ്പിനെ ശരിയാക്കുന്ന ഒരു യന്ത്രമാണ്. ഇതിൽ നമ്മൾ ഹാർട്ടിനകത്തോട്ട് 2 ഇലക്ട്രിക്കൽ വയേഴ്സ്, 1-2 ഇലക്ട്രിക്കൽ വയേഴ്സ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളിത് ഡിമാൻഡ് പേസ് മേക്കർ എന്ന് പറയും. അതായത് ശരീരത്തിന് സ്വന്തം ഹാർട്ട് ബീറ്റ് ഇത് ഓരോ ബീറ്റും സെൻസ് ചെയ്തുകൊണ്ട്. അപ്പൊ പേസ് മേക്കറിന് 2 ഫംഗ്ഷൻ ഉണ്ട്, സെൻസിങ് ഫംഗ്ഷനും പേസിങ് ഫംഗ്ഷനും. ഇത് ഓരോ സെക്കൻഡ്, ഓരോ മിനിറ്റും ഹാർട്ട് ബീറ്റ്, സ്വന്തമായിട്ടുള്ള ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു മിനിറ്റിൽ 60 മുതൽ 100 ഇടയ്ക്ക് നമുക്ക് മെഷീനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ മിനിമം ഹാർട്ട് ബീറ്റ് നമ്മളിപ്പോൾ 60 എന്നാണ് പേസ് മേക്കറിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്വന്തം ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്തിട്ട് 60
ഇത് കുറവായിട്ട് ആ സ്വന്തം ഹാർട്ട് ബീറ്റ് വരുന്നെങ്കിൽ പേസ് മേക്കർ ഒരു ചെറിയ കറണ്ട് കൊടുത്ത്, ആ കറണ്ട് കൊടുക്കുന്നതിനാണ് പേസിംഗ് എന്ന് പറയുന്നത്. ഒരു കറണ്ട് കൊടുത്ത് ഹൃദയമെടുപ്പ് ജനറേറ്റ് ചെയ്യുക ചെയ്യും. അപ്പൊ സ്വന്തം ഹാർട്ട് ബീറ്റ് എപ്പോഴാണോ നമ്മൾ സെറ്റ് ചെയ്ത ഹാർട്ട് റേറ്റിനെക്കാട്ടിയും കുറവാകുന്ന ആ സമയത്ത് പേസ് മേക്കർ ഒരു കറണ്ട് കൊടുത്ത് ഹാർട്ട് ബീറ്റിനെ നമ്മൾ ആ സെറ്റ് ചെയ്ത റേറ്റിലോട്ട് കൊണ്ടുവരിക ചെയ്യും. സർ, ഡിവൈസ് ഇൻഫെക്ഷൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ സാധാരണ ചെയ്യുന്ന പേസ് മേക്കറിൽ 2 ഭാഗങ്ങളാവുന്നു. ഒന്ന് പേസ് മേക്കറിന്റെ ഒരു ബാറ്ററി ഉണ്ട്, അത് നമ്മൾ ഷോൾഡറിന്റെ അവിടെ ആയിട്ട് ഇതാണ് ഇപ്പൊ പേസ് മേക്കറിന്റെ സാധാരണ ഉള്ള ഒരു ബാറ്ററിയുടെ സൈസ്. ഈ ഒരു സൈസ് ഉള്ള ഒരു മെഷീൻ നമ്മൾ ലെഫ്റ്റ് ഷോൾഡറിന്റെ അവിടെ ആയിട്ട് ഒരു ചെറിയൊരു 3 സെന്റിമീറ്റർ ഉള്ള മുറിവ് വെച്ചിട്ട് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യാൻ. ഇതാണ് അതിന്റെ ബാറ്ററി അല്ലെങ്കിൽ പൾസ് ജനറേറ്റർ എന്ന് പറയും. ഇത് നമ്മൾ ഓൾമോസ്റ്റ് ശരിക്കും ടീ ബാഗിന്റെ സൈസ് ഒക്കെ ഉണ്ടാവും. ഇവിടുന്ന് 2 ഇലക്ട്രിക്കൽ വയേഴ്സ് ആണ് ഹാർട്ടിനുള്ളിലോട്ട് പോകുന്നത്. അപ്പൊ കൂടുതൽ ഇൻഫെക്ഷൻസും വരുന്നത് ഈ ബാറ്ററിന്റെ സൈഡിലാണ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന മുറിവിന്റെ അവിടെയും ഈ ബാറ്ററിന്റെ സൈഡിലുമാണ്. അപൂർവമായിട്ട് ഇൻഫെക്ഷൻസ് ഈ ഇലക്ട്രിക്കൽ വയേഴ്സിലേക്കും വരാം. മെഷീൻ ഇൻഫെക്ഷൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കാരണം മെഷീൻ ഇൻഫെക്ഷൻ ഇപ്പം ലോക്കൽ സൈറ്റിൽ മാത്രമേ ഉള്ളെങ്കിൽ അത് നമ്മൾ പലപ്പോഴും നമുക്ക് ആ മെഷീൻ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പുതുതായിട്ട് വേറൊരു മെഷീൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരും. ഇപ്പം അത് ഈ വയേഴ്സിലോട്ട് പോയി ഹാർട്ടിനുള്ളിലോട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയെങ്കിൽ അത് വളരെ സീരിയസ് അസുഖമാണ്. അത് നമ്മൾ പലപ്പോഴും അങ്ങനെ ഉള്ളപ്പോൾ ഹോൾ പേസ് മേക്കർ തന്നെ നമ്മൾ ഫുൾ എടുത്ത് മാറ്റി എക്സ്പ്ലാന്റ് ചെയ്ത് പേസ് മേക്കർ എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറയും, ലീഡ് എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറയും. അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് പലപ്പോഴും ചിലപ്പോൾ അതിനൊക്കെ ഓപ്പൺ ഹാർട്ട് സർജറി പോലും വേണ്ടി വരാറുണ്ട്. അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക ഡിവൈസ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുക തന്നെയാണ്. അപ്പൊ അതിന് സ്റ്റെറൈൽ ആയിട്ട് പ്രൊസീജിയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇപ്പം ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഈ ബാറ്ററി ആണല്ലോ മെയിൻലി ഇൻഫെക്ഷന്റെ ഫോക്കസ്. അപ്പൊ ഈ ബാറ്ററിയുടെ ചുറ്റിനും വെക്കാൻ പറ്റുന്ന ആന്റിബയോട്ടിക് എൻവലപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഇൻഫെക്ഷന്റെ ഇൻസിഡൻസ് കാര്യമായിട്ട് കുറയ്ക്കാറ്. സർ, പരമ്പരാഗത പേസിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ പേസ് മേക്കർ ഹാർട്ടിനകത്തോട്ട് ഇലക്ട്രിക്കൽ വയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ലീഡ്സ് ഹാർട്ടിനെ സ്വന്തം ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്തിട്ട് ആ പേസ് മേക്കറിന്റെ സെറ്റ് ചെയ്ത ഹാർട്ട് റേറ്റ്, ഒരു ലോവർ ഹാർട്ട് റേറ്റ് എന്ന് പറയും, 60ലാണ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്യാറുള്ളത്, 50ലോട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലോവർ ഹാർട്ട് റേറ്റിനെക്കാട്ടിയും സ്വന്തം ഹാർട്ട് ബീറ്റ് കുറവുള്ളപ്പോൾ അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ ബാറ്ററിയിൽ ഇൻഫർമേഷൻ കൊടുത്ത് ബാറ്ററിയിൽ നിന്ന് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഹാർട്ടിലോട്ട് വന്നിട്ട് അത് കറണ്ട് ഹാർട്ടിന്റെ മസിലിലേക്ക് കൊടുക്കുക ചെയ്യും. അങ്ങനെയാണ് സാധാരണ കൺവെൻഷണൽ പേസ് മേക്കർ വർക്ക് ചെയ്യാറ്. നമ്മൾ കൺവെൻഷണൽ പേസ് മേക്കർ അല്ലെ പരമ്പരാഗതമായിട്ടുള്ള പേസ് മേക്കറിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഷോൾഡറിന്റെ അവിടെ ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ ഈ ബാറ്ററി ഇതില് നമ്മളിപ്പോ ഈ കാണുന്ന രീതിയിൽ ഒരു ബാറ്ററി അവിടെ ഘടിപ്പിച്ചിട്ട് അവിടുന്ന് ഹാർട്ടിനകത്തോട്ട് ഇലക്ട്രിക്കൽ വയേഴ്സ് പോവുകയാണ് ചെയ്യുന്നത്. ഈ ബാറ്ററി ഷോൾഡറിന്റെ അവിടെ ലെഫ്റ്റ് ഷോൾഡറിലും റൈറ്റ് ഷോൾഡറിലും ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇംപ്ലാന്റ് ചെയ്യുക ചെയ്യാറുണ്ട്. എന്നിട്ട് അവിടുന്ന് ഈ വയേഴ്സ് ഹാർട്ടിനകത്തുള്ള ഈ വെയിൻസ്, ഈ കയ്യിലുള്ള വെയിൻ വഴി, ഈ കാണുന്ന കയ്യിലുള്ള വെയിൻ വഴി ഹാർട്ടിനകത്തോട്ട്, ഇതാണ് ഈ കയ്യിൽ നിന്ന് വരുന്ന വെയിൻ, ഈ വെയിൻ വഴി ഹാർട്ടിനകത്തോട്ട് ഈ ഇലക്ട്രിക്കൽ വയേഴ്സ്, അതിനെ ലീഡ്സ് എന്നാണ് പറയുക, ഇത് നമ്മൾ ഹാർട്ടിന്റെ പേശികളിലേക്ക് ഫിക്സ് ചെയ്യാൻ ചെയ്യും. അപ്പൊ ഇത് ഇവിടെ വന്നിട്ട് രോഗിയുടെ സ്വന്തമായിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഓരോ മിനിറ്റും നോക്കും. സ്വന്തം ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത സമയത്താണ് ഇതുവഴി ഒരു കറണ്ട് കൊടുത്ത് ഹാർട്ടിന്റെ ബാറ്ററിയിൽ നിന്ന് ഒരു കറണ്ട് കൊടുത്ത് ഇതിന്റെ വർക്കിംഗ് ചെയ്യാറുണ്ട്. ഇതാണ് ഇപ്പൊ കറണ്ട് കൊടുക്കുന്നത്. അപ്പം സ്വന്തം ഹാർട്ട് ബീറ്റ് നമ്മളൊരു 60 ഹാർട്ട് റേറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വന്തം ഹാർട്ട് ബീറ്റ് 60ൽ വന്നില്ലെങ്കിൽ ഇതിൽ കൂടെ അത് സെൻസ് ചെയ്തിട്ട് കുറവാന്ന് മനസ്സിലാക്കി ഇതിൽ കൂടെ ഇതേപോലെ ഒരു കറണ്ട് കൊടുത്ത് ഹാർട്ടിന്റെ മെടുപ്പ് 60ലോട്ട് എത്തിക്കുക ചെയ്യുക. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവുന്നത്. എന്താണ് ലീഡ്ലെസ് പേസ് മേക്കർ? അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞത് സാധാരണ പേസ് മേക്കറിനെ പറ്റിയാണ്. അതിന് പകരം ഇപ്പം നമുക്ക് നൂതനമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാഡികാർഡിയയുടെ ട്രീറ്റ്മെന്റിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റമാണ് ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറഞ്ഞത്. അപ്പൊ ലീഡ്ലെസ് പേസ് മേക്കറിൽ ഇതാണ് ലീഡ്ലെസ് പേസ് മേക്കർ. ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസേ ഉള്ളൂ, എക്സാക്ട്ലി ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ മാത്രം സൈസ് ഉള്ളൊരു ഈ പേസ് മേക്കർ. ഇത് ഹാർട്ടിനകത്ത് നമ്മൾ ഹാർട്ടിന്റെ ചേംബറിലേക്ക് ഇതിനെ ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹാർട്ടിനകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇത് ഹൃദയത്തിനുള്ളിലോട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടിനകത്ത് ഈ ഒരു സ്ഥലത്ത് ഹാർട്ടിന്റെ ചേംബറിനകത്തോട്ട് ഇത് ഫിക്സ് ചെയ്ത് ഇത് സ്വന്തം ഹാർട്ട് ബീറ്റ് അവിടുന്ന് മോണിറ്റർ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് സ്വന്തം ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്തിട്ട് ഈ ക്യാപ്സ്യൂള് നമ്മുടെ സാധാരണ പേസ് മേക്കർ പോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഹാർട്ടിനകത്ത് നേരത്തെ കൊണ്ടുപോകുന്ന പോലെ ഇലക്ട്രിക്കൽ വയേഴ്സ് ഒന്നുമില്ല. അത് കാരണമാണ് ഇതിനെ ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ബ്രാഡികാർഡിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്.
നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നു കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റും ഇലക്ട്രോഫിസിയോളജിസ്റ്റുമായ ഡോക്ടർ അരുൺ ഗോപി. സർ, എന്താണ് ട്രാൻസ്കത്തീറ്റർ പേസിംഗ് സിസ്റ്റം? അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസ്കത്തീറ്റർ പേസിംഗ് സിസ്റ്റം ലീഡ്ലെസ് പേസിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ സാധാരണ പേസ് മേക്കറിന് പകരം ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ കാലിന് ചെറിയൊരു കത്തീറ്റർ ഇട്ടിട്ട് അതുവഴി ഒരു ഷീറ്റ് ഹൃദയത്തിനുള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ഈ ക്യാപ്സ്യൂളിന്റെ ഹാർട്ടിനകത്തോട്ട് ഫിക്സ് ചെയ്യാൻ. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ഹാർട്ടിനകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വന്തം ഹാർട്ട് ബീറ്റ് നോക്കി എപ്പോഴാണോ സ്വന്തം ഹാർട്ട് ബീറ്റ് കുറവുള്ളത് അപ്പൊ ഈ പേസിംഗ് ക്യാപ്സ്യൂൾ വഴി ഹാർട്ടിനകത്തേക്ക് കറണ്ട് കൊടുക്കുക ചെയ്യും. അപ്പൊ സാധാരണ പേസ് മേക്കറിനുള്ള ബാറ്ററി, വയറിംഗ് സിസ്റ്റം എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാപ്സ്യൂളിലേക്ക് മിനിയേച്ചറൈസ് ചെയ്തിരിക്കാവുന്നത്. അതുകൊണ്ടാണ് ഇതൊരു വിപ്ലവകരമായ ഒരു ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഇതിനകത്ത് ഇത് ചെയ്യുമ്പം നമുക്ക് സർജറി ചെയ്യുമോ, ശസ്ത്രക്രിയ ചെയ്യുമോ, മുറിവുണ്ടാക്കുമോ, അല്ലെങ്കിൽ ഇത് വെച്ച് കഴിയുമ്പോൾ നെഞ്ചിലൊരു ബാറ്ററിയുടെ ഒരു മുഴ പോലെ കാണുമോ, ഒന്നും ഉണ്ടാവില്ല. ഒരു കീ ഹോൾ വഴി തന്നെ ഹാർട്ടിനകത്തോട്ട് ഈ ക്യാപ്സ്യൂൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്യൂബെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ രോഗിക്ക് നെക്സ്റ്റ് ഡേ തന്നെ എണീച്ച് നടക്കാം, നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിലോട്ട് പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ മുറിവിന്റെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ സർജറിന്റെ ആഫ്റ്റർ കെയർ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് ഡേ തന്നെ ആൾക്ക് എണീച്ച് നടന്ന് തുടങ്ങാം, എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ ചെയ്യാം. അതിനുള്ളിൽ പേസ് മേക്കർ ഇരിക്കുന്നത് ആൾ അറിയാറും ഇല്ല. ഇത് ഞാനൊരു വീഡിയോയുടെ ഹെൽപ്പോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രാൻസ്കത്തീറ്റർ പേസിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ലീഡ്ലെസ് പേസിംഗ് തന്നെയാണ്. ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസ് മാത്രം, ഇപ്പൊ ഈ പടത്തിൽ കാണുന്ന വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസ് മാത്രം ഉണ്ടാവുക. ഇത് നമ്മൾ സാധാരണ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കാലിന് ഉള്ള ഒരു രക്തധമനി വഴി ഇത് നമ്മളെ ഈ ഒരു സൈസുള്ള ക്യാപ്സ്യൂളുകൾ, ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസ് മാത്രമേ ഇതിനുള്ളൂ. നമ്മൾ സാധാരണ പേസ് മേക്കറിനാണെങ്കിൽ ബാറ്ററി ഉണ്ട്, ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റം ഉണ്ട്, ലീഡ്സ് ഉണ്ട്. അതിന് പകരം ലീഡോ വയറോ ഒന്നും ഇല്ലാതെ വെറും ഈ ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ് ലീഡ്ലെസ് പേസ് മേക്കർ അല്ലെങ്കിൽ ട്രാൻസ്കത്തീറ്റർ പേസിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പൊ ഇതില് സാധാരണ ഉള്ള മുറിവിന് പകരം നമ്മളെ കാലിന് ചെറിയൊരു സൂചി വെച്ച് ഇതുവഴി നമ്മൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ കത്തീറ്റർ ഹൃദയത്തിനുള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ഈ കത്തീറ്ററിനകത്താണ് നമ്മുടെ ഈ ലീഡ്ലെസ് പേസ് മേക്കർ അല്ലെ ക്യാപ്സ്യൂൾ ഉള്ളത്. ഈ ക്യാപ്സ്യൂൾ ഹാർട്ടിനകത്ത് കൊണ്ടുപോയിട്ട് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ പൊസിഷൻ കണ്ടെത്തി ആ സ്ഥലത്തോട്ട് ഈ നമ്മുടെ ക്യാപ്സ്യൂൾ ഫിക്സ് ചെയ്യാൻ. ഒരിക്കൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റിമോട്ട് മോണിറ്ററിംഗ് വഴി ആ പേസ് മേക്കർ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ ഷീറ്റ് അങ്ങ് എടുത്ത് മാറ്റും. അപ്പൊ ചെറിയൊരു കീ ഹോൾ വഴി തന്നെ ഹാർട്ടിനകത്ത് ഈ വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസ് ഉള്ള ഒരു പേസ് മേക്കറിനെ ഇംപ്ലാന്റ് ചെയ്യുന്നതിനാണ് ട്രാൻസ്കത്തീറ്റർ പേസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലീഡ്ലെസ് പേസ് മേക്കർ എല്ലാ രോഗികൾക്കും വെക്കാമോ? ലീഡ്ലെസ് പേസ് മേക്കറിന് സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇത് കൂടുതലും പ്രായം കൂടുതലുള്ളവർക്ക്, സർജറി ഒഴിവാക്കാൻ താല്പര്യമുള്ളവർക്കാണ് കൂടുതലും ഉപയോഗിക്കുക. ഇപ്പോഴത്തെ ഉള്ള സംവിധാനങ്ങളിൽ ലീഡ്ലെസ് പേസ് മേക്കറിന് വെൻട്രിക്കിൾ താഴത്തെ അറ മാത്രമാണ് പേസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മേലത്തെ അറയും പേസിങ് ആവശ്യമുള്ളവർക്ക് കൺവെൻഷണൽ പേസ് മേക്കർ ആണ് വെക്കാറുള്ളത്. അപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക്, സർജറി ഒഴിവാക്കാൻ താല്പര്യമുള്ളവർക്ക്, കൺവെൻഷണൽ പേസ് മേക്കറിൽ ഇൻഫെക്ഷൻ വരുന്നുള്ളവർക്ക്, നമ്മൾ ഇപ്പം ചിലവർക്ക് കോസ്മെറ്റിക്കലി ഇത് കണ്ടുകൂടാന്നുള്ള താല്പര്യമുള്ളവർക്ക്, വീനസ് ആക്സിസ് ഇഷ്യൂസ്, നമ്മൾ കൈയുടെ വെയിൻ വഴിയാണല്ലോ ഹാർട്ടിനകത്തോട്ട് വെക്കുന്നത്, ആ വെയിനിലൊക്കെ ബ്ലോക്കുകൾ ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും ലീഡ്ലെസ് പേസ് മേക്കർ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. ഡോക്ടർ, ഈ പരമ്പരാഗത പേസിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്? കൺവെൻഷണൽ പേസ് മേക്കർ ഒരു കീ ഹോൾ സർജറി വഴി അല്ലെങ്കിൽ ഒരു മൈനർ സർജറി വഴി ഇംപ്ലാന്റ് ചെയ്യുക. ഷോൾഡറിന്റെ അവിടെ ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ കാണുന്ന പോലെ ഇവിടെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ കൂടെ ഒരു ബാറ്ററി അവിടെ ഫിക്സ് ചെയ്തിട്ട് അതിനകത്തൂടെ ഹാർട്ടിനകത്തോട്ട് ഒരു ഷീറ്റ് വഴി ഈ വയേഴ്സ് ഫിക്സ് ചെയ്യുക, ലീഡ്സ് ഫിക്സ് ചെയ്യാം. ഇതിൽ കൺവെൻഷണൽ പേസ് മേക്കറിൽ സിംഗിൾ ചേംബർ ആണെങ്കിൽ ഒരു ലീഡാ ഉണ്ടാവുക, ഡുവൽ ചേംബർ ആണെങ്കിൽ 2 ലീഡ് ഹാർട്ടിനകത്തോട്ട് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഇത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാറ്. ഡോക്ടർ, ലീഡ്ലെസ് പേസ് മേക്കർ എങ്ങനെയാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്? ലീഡ്ലെസ് പേസ് മേക്കർ ഇപ്പോൾ ഉള്ളതിൽ ഒരു ഏറ്റവും സർജറി ഇല്ലാതെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന, ലോകത്ത് തന്നെ ഉള്ളതിൽ ഏറ്റവും സ്മോളസ്റ്റ് പേസ് മേക്കർ ആണ്. ലീഡ്ലെസ് പേസ് മേക്കർ നമ്മളൊരു കീ ഹോൾ പ്രൊസീജിയർ വഴിയാണ്, ശരിക്കും എക്സാക്ട്ലി ഒരു ആൻജിയോഗ്രാം ചെയ്യുന്ന പോലത്തെ പ്രൊസീജിയറേ ഉള്ളൂ. കാലിനൊരു ചെറിയൊരു രക്തധമനി വഴി ഇതേപോലെ ഹൃദയത്തിനുള്ളിലോട്ടൊരു വയർ കൊണ്ടുപോയിട്ട് അതുവഴി നമ്മൾ ഇതിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഷീറ്റ്, ഒരു ചെറിയ ട്യൂബ് ഹൃദയത്തിനുള്ളിലോട്ട് കൊണ്ടുപോകാൻ ചെയ്യാം. ഇതെല്ലാം ഒരു ചെറിയ പങ്ക്ചർ വഴി, ഒരു ചെറിയ കീ ഹോൾ പങ്ക്ചർ വഴിയാണ് ചെയ്യാറുള്ളത്. ഈ രക്തധമനി വഴി ഈ ട്യൂബ് കൊണ്ടുപോയിട്ട് ഈ ട്യൂബിനകത്തൂടാണ് നമ്മൾ ലീഡ്ലെസ് പേസ് മേക്കർ അല്ലെങ്കിൽ ആ ലീഡ്ലെസ് ക്യാപ്സ്യൂൾ നമ്മൾ കൊണ്ടുപോകുന്നത്. ഹൃദയത്തിനകത്ത് എത്തിക്കഴിഞ്ഞിട്ട്
എല്ലാ സ്ഥലവും ഹാർട്ടിനകത്ത് നമ്മൾ മാപ്പ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ പൊസിഷൻ എവിടെയാണോ കിട്ടുക. ഇപ്പൊ ഇതുവഴി നമ്മൾ ഹാർട്ടിന്റെ മേളിലത്തെ അറയും താഴത്തെ അറയിലോട്ട് എത്തി. എന്നിട്ട് അതിൽ അതിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ചെക്ക് ചെയ്ത് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ പൊസിഷൻ കറക്റ്റ് ആണ്, അത് അനാറ്റമിക്കലി ഒരു സ്റ്റേബിൾ പൊസിഷനിലാണെങ്കിൽ ഇതിനെ നമ്മൾ ഇതൊരു ആ ഷീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷീറ്റായിട്ട് ലോക്ക്ഡ് ആണ്. ആ ലോക്ക് റിലീസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിപ്ലോയ് ചെയ്യാൻ ചെയ്യും. അപ്പൊ ഡിപ്ലോയ് ചെയ്യുമ്പം ഇതിന്റെ അറ്റത്ത് കുറച്ച് ഈ സ്യൂച്ചർ പോലെ ഉണ്ട്. അതൊരു നമ്മളതിനെ നിറ്റിനോൾ ടൈൻസ് എന്ന് പറയും. ഈ അറ്റത്തുള്ള തുന്നൽ പോലെയുള്ള പ്ലഗുകൾ ഹാർട്ടിന്റെ മസിലിന് ഉള്ളിലോട്ട് പോവാ ചെയ്യും. ഒരിക്കൽ നമ്മൾ 4 ടൈൻസ് ആണ് ഉള്ളത്. ഈ 4 ടൈൻസും അതിനകത്ത് 2 എണ്ണമെങ്കിലും ഹൃദയത്തിനുള്ളിലോട്ട് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാപ്സ്യൂൾ നമ്മൾ എത്ര വലിച്ചാലും അത് അവിടെ നിന്ന് ഇടയിൽ പോകില്ല, അതവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് വളരെ സ്റ്റേബിൾ ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പൊ ഇത് ഒരു ഹാർട്ടിനകത്തുള്ള ഒരു എൻഡോസ്കോപ്പിക് വ്യൂ ആണ്. അതുവഴി നമുക്ക് ഈ ക്യാപ്സ്യൂള് ഹാർട്ടിനകത്ത് ഫിക്സ് ആയിരിക്കുന്നത് കാണാം. ഒരിക്കൽ അത് ഫിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് വയർലെസ് വഴി തന്നെ ചെക്ക് ചെയ്യും. ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ്. ഒരിക്കൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പാരാമീറ്റേഴ്സ് സ്റ്റേബിൾ ആണ്, എല്ലാം പർട്ടിക്കുലർ നമുക്ക് വേണ്ട എക്സ്പെക്ടഡ് ലൈനിൽ തന്നെ ആണെങ്കിൽ ഈ ഷീറ്റും ഈ ക്യാപ്സ്യൂളും തമ്മിൽ ചെറിയൊരു ഒരു വയർ വഴിയാണ് കണക്ട് ആയിട്ടുള്ള. ആ വയറിനെ നമ്മൾ റിലീസ് ചെയ്യാൻ ചെയ്യും. ആ വയറിനെ റിലീസ് ചെയ്യുന്നതോടെ നമുക്ക് ഷീറ്റും എല്ലാം എടുക്കാം. ഫൈനലി ആകെ ആ ക്യാപ്സ്യൂൾ മാത്രമാണ് ഹൃദയത്തിനുള്ളിൽ നിൽക്കാറുള്ളത്. സർ, ഇംപ്ലാന്റ് പ്രൊസീജിയറിന് ശേഷം രോഗികൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോർമലായി തന്നെ ചെയ്യുവാൻ സാധിക്കുമോ? ലീഡ്ലെസ് പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഒരാളെ പോലെ എല്ലാ കാര്യങ്ങളും എല്ലാം സാധാരണ പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇതൊരു കീഹോൾ പ്രൊസീജിയർ ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ആളെ എണീച്ച് നടത്തിയും നമ്മൾ നെക്സ്റ്റ് ഡേ വൈകിട്ട് രോഗിക്ക് വീട്ടിലോട്ട് പോവാം. ഒരാഴ്ചത്തേക്ക് അധികം അമിതമായിട്ട് വെയിറ്റ് എടുക്കുകയോ സ്ട്രെയിൻ എടുക്കുന്നോ ഒഴിവാക്കുക എന്നല്ലാതെ വേറെ ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഈ നോർമൽ ഒരാളുടെ എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റും. ഈവൻ ഒരു 2 വീക്സ് കഴിഞ്ഞ് ഡ്രൈവിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ വെയിറ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്നതിനോ ഒന്നും പ്രശ്നമില്ല. ഡോക്ടർ, പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തവർ MRI സ്കാൻ ഒക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഭാഗ്യത്തിന് ഇപ്പോൾ ഉള്ള പണ്ടത്തെ പേസ് മേക്കേഴ്സിനൊക്കെ ഇതൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള എല്ലാ പേസ് മേക്കേഴ്സും MRI കമ്പാറ്റബിൾ ആണ്. നമ്മുടെ ലീഡ്ലെസ് പേസ് മേക്കർ MRI കമ്പാറ്റബിൾ ആണ്. അപ്പോ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് MRI ചെയ്തുകൂടാതെ ഇല്ല. MRIക്ക് ആകെയുള്ള പേസ് മേക്കറിൽ MRI സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പൊ പേസ് മേക്കർ ഉള്ള രോഗികൾ MRI ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു ഡോക്ടറിനെ സമീപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, കാർഡിയോളജിസ്റ്റിനെ സമീപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്തുള്ള MRI സ്കാനിന്റെ സ്വിച്ച് ഒന്ന് പേസ് മേക്കറിന്റെ ഓൺ ചെയ്യണം. പേസ് മേക്കർ MRI കഴിഞ്ഞ് കഴിയുമ്പോൾ പേസ് മേക്കറിന്റെ സ്വിച്ച് പിന്നെ ഓഫ് ചെയ്യുക, MRI സ്വിച്ച് ഓഫ് ചെയ്യുക ചെയ്യാറ്. ഡോക്ടർ, ഈ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ആക്ച്വലി എപ്പോഴും നല്ലത് നമ്മൾ പേസ് മേക്കർ കഴിഞ്ഞുള്ളവർ ട്രാവൽ ചെയ്യുമ്പം പേസ് മേക്കറിന്റെ കാർഡ് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഏത് ഇലക്ട്രോണിക് എക്യുപ്മെന്റും മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന പോലെ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെന്റും പേസ് മേക്കറിന് ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ അകലം വെക്കേണ്ട നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിറ്റക്ടേഴ്സിനകത്തൂടെ പോകുന്നത് കുഴപ്പമുണ്ടാവില്ല, പേസ് മേക്കറിന് കുഴപ്പമുണ്ടാവില്ല. പേസ് മേക്കർ മെറ്റൽ ഇതായതുകൊണ്ട് ചെറിയൊരു ബീപ്പ് ഉണ്ടാവും, അല്ലാതെ പേസ് മേക്കറിന് കുഴപ്പമുണ്ടാവാറില്ല. പക്ഷെ നമ്മൾ മാനുവലി ചെക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ് അത് അവരോട് ചെക്ക് ചെയ്യുന്നവരോട് പേസ് മേക്കർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവര് ഈ മാനുവൽ ഡിറ്റക്ടർ പേസ് മേക്കറിന്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് പകരം അവർ മാനുവലി, അതായത് ഫിസിക്കലി ചെക്ക് ചെയ്തോളും. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ട്രാവൽ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മളെ സ്കാനേഴ്സ് അകത്തൂടെ പോകുന്നതിനും നമുക്ക് പേസ് മേക്കറിന് പ്രത്യേകിച്ച് ഒബ്ജക്ഷൻ ഇല്ല. പക്ഷെ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് പേസ് മേക്കറിനെ തൊട്ടടുത്ത് കൊണ്ടുവരുന്നത് അത്ര സേഫ് ആയിരിക്കില്ല. അതിന് പകരം മാനുവലി ചെക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതായിട്ടുള്ളത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വല്ലതുമുണ്ടോ? ഏത് ഇലക്ട്രോണിക് എക്യുപ്മെന്റും ഒരു 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ 6 ഇഞ്ച് അകലം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ലെഫ്റ്റ് ഷോൾഡറിനോട് ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്, ഷർട്ടിന്റെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ വെക്കാതിരിക്കാൻ നോക്കുക. അതേപോലെ വളരെ ചെവിയിൽ ഉപയോഗിക്കാം. ബാക്കി സാധാരണ ഈ ഫോൺസ് ആയിട്ടൊന്നും പേസ് മേക്കറിന് അങ്ങനെ ഇന്ററാക്ഷൻ ഇല്ല. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ സർ? ഹോം അപ്ലയൻസിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല. മാഗ്നറ്റിക് കണ്ടന്റ് ഉള്ള മാഗ്നറ്റ് ഉള്ള
ഹോം അപ്ലയൻസസ് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. തൊട്ടടുത്ത് ഒരു 15 സെന്റിമീറ്റേഴ്സ് അകലം അല്ലെങ്കിൽ 6 ഇഞ്ചസ് അകലം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ റുട്ടീൻ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ലൈക്ക് മൈക്രോവേവ് അങ്ങനത്തെ ഉള്ള ഒന്നിനും പ്രത്യേകിച്ച് പേസ് മേക്കറായിട്ട് പ്രത്യേകിച്ച് ഇൻട്രാക്ഷൻ ഒന്നും ഇല്ല. സർ, ലീഡ്ലെസ് പേസ് മേക്കർ എത്ര കാലം ലാസ്റ്റ് ചെയ്യും? എപ്പോഴും ഏത് പേസ് മേക്കറിന്റെയും ബാറ്ററി ലോഞ്ചിവിറ്റി എപ്പോഴും ഹാർട്ട് അതിനെ എത്ര യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഹാർട്ട് അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ബാറ്ററി കുറെ കൂടെ കാലം നിൽക്കും. ആവറേജ് ലീഡ്ലെസ് പേസ് മേക്കർ ലൈഫ് ഒരു 8 to 10 years ആണ്. അപ്പൊ 10 വർഷത്തേക്ക് ഇത് ഓൾമോസ്റ്റ് ഫങ്ഷനിങ് കൺഫേംഡ് ആണ്, പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്നാൽ പോലും നമ്മൾ എല്ലാ വർഷവും ഒരിക്കൽ ഒന്ന് അതിന്റെ വയർലെസ് ടെലിമെട്രി വഴി ഒന്ന് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഓരോ ചെക്കപ്പിലും പേസ് മേക്കർ തന്നെ പറയും അതിന് ഇത്രയും റിമൈനിങ് ഇയേഴ്സ് ഓഫ് ബാറ്ററി ലൈഫ് ഉണ്ട്. ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെക്ടഡ് ട്രെൻഡിൽ, അതായത് ഇപ്പം ചിലവർക്ക് 100% പേസ് മേക്കറിലേക്ക് ഹാർട്ട് ബീറ്റ് വരാം. അപ്പൊ 100% പേസ് മേക്കർ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാലം ഇതിന്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അതൊക്കെ പേസ് മേക്കർ തന്നെ ഇൻഫർമേഷൻ തരും. സർ, ലീഡ്ലെസ് പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തവർക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുമോ? റെഗുലർ ആക്ടിവിറ്റീസ് ഒക്കെ എത്രത്തോളം ചെയ്യാൻ സാധിക്കും? അതായത് ലീഡ്ലെസ് പേസ് മേക്കറിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് തന്നെ അതിന്റെ കീ ഹോൾ പ്രൊസീജിയർ ആണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 week കഴിഞ്ഞാൽ എല്ലാ വ്യായാമവും ചെയ്യുന്നതിലും ഒബ്ജെക്ഷൻസ് ഒന്നുമില്ല. എല്ലാ വ്യായാമവും സാധാരണ ഒരാളെ പോലെ തന്നെ ചെയ്യാം. ആൻഡ് ഇപ്പം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ് പേസ് മേക്കറിനെങ്കിൽ മാത്രം ഭാവിയിൽ വളരെ ഹെവി ആയിട്ടുള്ള എക്സേഷൻ ഒഴിവാക്കുന്നത് മാത്രമേ ഉള്ളൂ. റുട്ടീൻ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നതിന് ഒന്നും കുഴപ്പമൊന്നുമില്ല. നന്ദി ഡോക്ടർ. ബ്രാഡികാർഡിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. നമ്മളോടൊപ്പം ഇന്ന് പങ്കുചേർന്നത് കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റും ഇലക്ട്രോഫിസിയോളജിസ്റ്റുമായ ഡോക്ടർ അരുൺ ഗോപി. ഹെൽത്ത് ഈസ് വെൽത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.